നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ ഒരു ട്രയാങ്കിൾ തന്നിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞു ഇതിൻ്റെ എല്ലാ സൈഡിലും ക്യൂ ചാർജാണ്, ഇതിൻ്റെ നടുക്കും ഒരു ക്യൂ ചാർജ് കൊണ്ടേ വെച്ചിട്ടുണ്ട്, എല്ലാത്തിനും സെയിം ആംഗിൾ സെയിം ഡയറക്ഷൻ ഒക്കെയാണ്. പക്ഷേ നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇതിനോടുള്ള ഫോഴ്സ്, ഈ എല്ലാ സൈഡിലുള്ള എല്ലാ ചാർജും ഈ നടുക്കുള്ള ചാർജിൽ എക്സേർട്ട് ചെയ്യണം. ആ ഫോഴ്സ് എത്രയെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഫോഴ്സിൻ്റെ ഫോർമുല നമുക്കറിയാം, F=Q1Q2/R², ഈ ഫോർമുല. ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കുറേ ഫോഴ്സ് ഇവിടെ ആഡ് ചെയ്യാനുണ്ട്. കാരണം ഫോഴ്സ് എന്ന് വെച്ചാൽ വെക്റ്ററുമാണ്, അത് ഓർത്തിരിക്കണം. അപ്പോൾ വെക്റ്ററാണ്, അപ്പോൾ ഇത് ആഡ് ചെയ്യണം. ആഡ് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് കണ്ടുപിടിക്കണം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോഴ്സ് സെയിം ആയിരിക്കും. കാരണം ഡിസ്റ്റൻസ് സെയിം ആയതിനാൽ ചാർജ് സെയിം ആണ്. ഇനി നമുക്ക് ആറാണ് ഇവിടെ കണ്ടുപിടിക്കാൻ മെയിൻ പ്രശ്നം. ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് എളുപ്പമുള്ള വഴി എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒന്നുകൂടി ഈ ട്രയാങ്കിളിനെ ഇവിടെ വരയ്ക്കാം. ഇങ്ങനൊരു AB, ഓക്കെ, AB നമുക്കിതിൻ്റെ നെയിം ഇടാം. ഇതിൻ്റെ സൈഡ്സിനെ നമുക്ക് L എന്ന് വിളിക്കാം. ഓക്കെ, L എന്ന് വിളിക്കാം. ഇത് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളാണ് ഞാൻ പറയാൻ പറഞ്ഞത്. അതിൻ്റെ അടുത്ത് 60 ഡിഗ്രി 60 ഡിഗ്രി 60 ഡിഗ്രി. അപ്പോൾ ഇത് 60 ആണെങ്കിൽ സൈൻ 60 എത്രയാണെന്നറിയോ നിങ്ങൾക്ക്? √3/2 ആണ്, നമുക്കറിയാം. ഓക്കെ, അപ്പോൾ സൈൻ 60 എന്ന് വെച്ചാൽ എന്താണ്? AB/L ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ AB ആണ് കണ്ടുപിടിക്കേണ്ടത്. കാരണം AB നമ്മൾ കണ്ടുപിടിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ AB എന്ന് വെച്ചാൽ ആക്ച്വലി ഇതാണ് സെൻട്രോയിഡ് ABയിലാണ് ഇരിക്കുന്നത്, അത് നമുക്കറിയാം. അതുമാത്രമല്ല നമുക്കൊരു കാര്യം കൂടെ അറിയാം, AB ഈ ഒരു പോയിന്റില്ലേ AO, ഇത് 2:1 റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 2:1 റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥം നമുക്കറിയാം 2x + x = AB. ഓക്കെ, എക്സ് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഈ എക്സ് കണ്ടുപിടിക്കണം നമ്മൾ. അപ്പോൾ AB എന്താണെന്ന് നമുക്കറിയാം. ഇവിടെ AB എന്താണ്? √3/2 L ആണ് AB. ഇനി ഇത് രണ്ടും ആഡ് ചെയ്താൽ 3x കിട്ടും. ഓക്കെ, അപ്പോൾ √3 പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് എന്ന് വെച്ചാൽ √3 ഇവിടെ നിന്ന് ക്യാൻസൽ ആകും, 1/2 √3L. ഓക്കെ, എക്സ് ഇതാന്ന് കിട്ടി. പക്ഷെ നമുക്ക് വേണ്ട എക്സ് ആണോ? നമുക്ക് വേണ്ടത് 2x ആണ്. ഓക്കെ, 2x ആണ്. കാരണം ഇതാണ് ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ 2x എത്രയായിരിക്കും? 2 ക്യാൻസലായി. ഈ ഒരു ഡിസ്റ്റൻസ് നമ്മളിതിനെ O എന്നാണല്ലോ വിളിച്ചത്. അപ്പോൾ AO ആണ് കണ്ടുപിടിച്ചേക്കുന്നത്. നമ്മൾ എന്താണ്? L/√3 ആണെന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ L/√3 അപ്പോൾ നമ്മുടെ ഫോഴ്സ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. KQ²/L/L²/3 ഇതാണ് നമ്മൾ കണ്ടുപിടിച്ചു ഫോഴ്സ്. പക്ഷെ ആക്ച്വലി ഇനി ഈ ഫോഴ്സ് നമ്മൾ കൂടുതൽ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഈ ഫോഴ്സ് ഇങ്ങനെയാവും, ഈ ഫോഴ്സ് ഇങ്ങനെയാവും. ഫോഴ്സ് എന്ന് വെച്ചാൽ വെക്റ്റർ അഡീഷൻ ആണെന്ന് അറിയാം നമുക്ക്. അതുകൊണ്ട് ഇത് രണ്ടും വെക്റ്റർലി നമ്മൾ ഇത് നോക്കുക. ഇപ്പോൾ ഇത് 30 ആണ്, ഇതും 30 ആണ്. അപ്പോൾ ഇത് എത്രയായിരിക്കും? ഇത് 120 ആയിരിക്കും, 180 ആവാൻ വേണ്ടി. അപ്പോൾ ഇത് 120 ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ ആംഗിൾ ഇതായിരിക്കും, ഇതും 120 ആയിരിക്കും. ഓക്കെ, അപ്പോൾ 120 എപ്പോഴും രണ്ട് വെക്റ്റർ ഇത് 120 ആണെങ്കിൽ cos 120 എന്ന് വെച്ചാൽ മൈനസ് ആണ്. അതുകൊണ്ട് അങ്ങനെയൊക്കെ കാരണം 120 ആണെങ്കിൽ എപ്പോഴും ഓർത്തിരിക്കണം. ഇത് രണ്ടും ആഡ് ചെയ്താലും F തന്നെയായിരിക്കും കിട്ടാൻ പോകുന്നത്. ഈ F എന്ന് വെച്ചാൽ ഏത് സൈഡിലേക്കാണ്? ഈ വെക്ടറും ഇങ്ങോട്ടല്ലേ വെക്ടർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു വെക്ടർ F വെക്ടറാണ്. പക്ഷേ ഇത് നോക്കാം, നമ്മൾ ഇതിനെ എല്ലാത്തിനെയും റിപ്പൽ ചെയ്യുകയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇതും എന്തായാലും റിപ്പൽ ചെയ്യുമല്ലോ. അപ്പോൾ ഇത് റിപ്പൽ ചെയ്യുക. ഇത് രണ്ടും ഓപ്പോസിറ്റ് ആണ്, ഇത് രണ്ടും സെയിം ആണ്. ഇതും F ഇതാണ് ഇടുന്നത്, മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ ബേസിക്കലി 0 ആണ് നമ്മൾ മനസ്സിലാക്കി. ഇതിൻ്റെ ഈ പോയിന്റിൽ എന്താണ്? ഇലക്ട്രിക്കൽ ഫീൽഡ് ഫോഴ്സ് 0. അതുപോലെ ഏത് സിമെട്രിക്കൽ സാധനം എടുത്താലും ഇതിൻ്റെ നടുക്ക് 0 ആയിരിക്കും ഉണ്ടാവുക. ഇനി ചാർജ് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ ലാംഡയാണ് യൂസ് ചെയ്യുന്നത്, Q/L. സർഫേസ് ചാർജ് ഡിസ്റ്റൻസ്, അതായത് ഏരിയയ്ക്ക് വേണ്ടി നമ്മൾ ഇതാണ് യൂസ് ചെയ്യുന്നത്, ഫൈ എന്നാണ് ഇതിന് പറയുന്നത്. ഇത് ന്യൂ ആണ്, നമുക്ക് അറിയാം, മ്യൂ ആണെന്ന് തോന്നുന്നത്. ഓക്കെ, Q/V. ഓക്കെ, ദിസ് ഈസ് വെരി ഈസി. ഇനി നമ്മൾ വേറൊരു ഡെറിവേഷനാണ് ചെയ്യാൻ പോകുന്നത്. ഒരു റിങ്ങിൽ കൂടെ കറണ്ട് പാസ്സായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിലൊരു DL എടുക്കുകയാണ്, ചെറിയൊരു DL എടുക്കുകയാണ്. അതിൽ കൂടെ ഒരു D³ ഫോഴ്സ് പാസ്സാവുകയാണ്. നമ്മൾ മനസ്സിലാക്കണം ഇതിൻ്റെ അകത്ത് എത്ര ഇലക്ട്രിക്കൽ ഫീൽഡ്, ഒരു P പോയിന്റിൽ ഇലക്ട്രിക്കൽ ഫീൽഡ് എത്ര ഈ സാധനം എക്സേർട്ട് ചെയ്യുന്നുണ്ടെന്ന്. ഇലക്ട്രിക്കൽ ഫീൽഡിൻ്റെ ഫോർമുല KQ/R². ഈ Q എന്തിൻ്റെയാണ്? ഇപ്പം സോഴ്സ് ചാർജിൻ്റെയാണ് ഈ Q. അതായത് സോഴ്സ് ചാർജ് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ
അതിൻ്റെ അടുത്തേക്ക് അതൊരു ഇലക്ട്രിക്കൽ ഫീൽഡ് വിടുവാണ്. ആ ഇലക്ട്രിക്കൽ ഫീൽഡ് വാല്യൂയാണ് KQ/R². R² എന്ന് വെച്ചാൽ ഏത് പോയിന്റിലാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇലക്ട്രിക്കൽ ഫീൽഡ്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഒരു ഏകദേശ ധാരണയിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായി കാണും. ദിസ് മസ്റ്റ് ബി ദ R. ഓക്കെ, നൗ this will be radius, that is capital R, this will be X. Okay, now ഇത് ഒറ്റയ്ക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം okay, this will exert an electrical field like this. Now what can we do on knowing this electrical field? ഇതിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, മാത്രമല്ല ഇതാണ് തീറ്റ ആയിട്ടുണ്ടാവുന്നത്. അപ്പം ഇത് തീറ്റ ആണെങ്കിൽ ഇതും തീറ്റ ആയിരിക്കും, കണ്ടോ, ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ലേ. അപ്പം ഇതെന്താണ്, ഇത് കോസ് ഇ ഇലക്ട്രിക്കൽ ഫീൽഡ്, ഇതാണ് ഈ കോസ് തീറ്റയാണിത്. ഓക്കെ, പിന്നെ ഇതെന്താണ്, ഈ സൈൻ തീറ്റയാണിത്. ഓക്കെ, നൗ ഇത് വെച്ച് ഒരു യൂസും ഇല്ല. നമ്മൾ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ഈ സെയിം DL സെഗ്മെൻ്റ് തന്നെ എടുത്ത് ഇവിടെ വേറൊരു ഇതും കൂടെ ഇലക്ട്രിക്കൽ ഫീൽഡും കൂടെ അപ്ലൈ ചെയ്യിപ്പിക്കുമ്പോൾ ഇവിടെ ഒരു ഇലക്ട്രിക്കൽ ഫീൽഡ്, അപ്പം ഇവിടെ ഈ കോസിൻ്റെ അഡീഷൻ ആവുകയാണ്. പക്ഷെ 2 കോസ് എന്ന് എഴുതി വയ്ക്കരുത്, കാരണം എന്താണെന്നറിയോ, ഈ ഒരു സാധനം മാത്രമല്ല ഇവിടെ ഇലക്ട്രിക്കൽ ഫീൽഡ് എക്സേർട്ട് ചെയ്യുന്നത്, ഇതും 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 എല്ലാം എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്, ഇതെല്ലാം ആഡപ്പായിട്ട് ഇൻറ്റഗ്രേഷൻ ഓഫ് ഈ കോസ് തീറ്റയായിട്ട് DE എന്ന് പറയും. DE എന്ന് വെച്ചാൽ കാരണം DL ആണല്ലോ ഇതിൽ എക്സേർട്ട് ചെയ്യുന്നത്, അപ്പോൾ DE എന്ന് പറയാം, ചെറിയൊരു ഇലക്ട്രിക്കൽ ഫീൽഡ്. ഓക്കെ, ഈ സൈൻ തീറ്റ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇങ്ങനെയല്ല. അപ്പോൾ ഇവിടെ ഈ കോസ് തീറ്റ, സൈൻ തീറ്റ എന്ന് വെച്ചാൽ ഈ സൈൻ തീറ്റ, ഇത് രണ്ടും ക്യാൻസൽ ആയില്ലേ. ഓക്കെ, അപ്പോൾ DE കോസ് തീറ്റ ആയി മാറിയിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഇൻറ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലുള്ള ഇലക്ട്രിക്കൽ ഫീൽഡ്, നെറ്റ് ഇലക്ട്രിക്കൽ ഫീൽഡ് കണ്ടുപിടിക്കാൻ പറ്റും. E എന്ന് വെച്ചാൽ എന്താണ്, KQ/R². മാത്രമല്ല കോസ് എന്ന് പറഞ്ഞാൽ ഇതെന്താണ്, ഈ ആംഗിള് X/R ആണ് കോസ്. അപ്പോൾ വി ഗെറ്റ് KQ/R³. Okay, now you know what R³ is, right? It is root of R² plus X². Okay, so KdQ. Okay, dQ by X² plus R², 3/2. റൂട്ടിന് ഞാൻ പുറത്തേക്ക് എടുത്തുകൊണ്ട് ഇത് വെച്ച് നമുക്ക് വേറെ സാധനം പ്രൂവ് ചെയ്യാൻ പറ്റും. എക്സിൻ്റെ വാല്യൂ, ഈ എക്സിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ, അതായത് ഇവിടെ ആണെങ്കിൽ എൻ്റെ അടുത്ത് എന്താണ്, ഇലക്ട്രിക്കൽ ഫീൽഡ് 0 ആണ്. ഞാൻ പറഞ്ഞിരുന്നു ഇത് ഓൾറെഡി അല്ലേ, കാരണം ഇവിടെ നിങ്ങൾ എക്സ് 0 ഇട്ട് നോക്കിയേ, മൊത്തം 0 ആയി മാറും. ഓക്കെ, ഞാൻ ഒരു ഡൈപോളിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഡൈപോളിന് ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും ചാർജ് ചെറിയൊരു ഡിസ്റ്റൻസിൽ സെപ്പറേറ്റഡ് ആയിരിക്കും. ഇതിൻ്റെ ഡൈപോൾ മൊമെൻ്റ് എന്ന് വെച്ചാൽ P ആണ്. P എന്ന് വെച്ചാൽ 2AQ, അതായത് Q, ഒരു പോസിറ്റീവിൻ്റെ Qയും 2A അതിൻ്റെ അടുത്ത് തമ്മിലുള്ള ഡിസ്റ്റൻസും. ഓക്കെ, ഇനി ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആക്സിയൽ കേസാണ് നോക്കാൻ പോകുന്നത്. ആക്സിയൽ എന്ന് വെച്ചാൽ ഇതാണ് ഡൈപോൾ. ഡൈപോളിൻ്റെ ഒരു കുറച്ച് ആക്സിസിൽ തന്നെ ഒരു പോയിന്റ് ഉണ്ട്. ഈ പോയിന്റ് എന്ന് വെച്ചാൽ നമുക്കൊരു പോസിറ്റീവ് ചാർജാന്ന് പറയാം. ഐ മീൻ റിയൽ ആയിട്ടൊരു ചാർജ് അവിടെ ഇല്ല കേട്ടോ, ഇതൊരു പോയിൻ്റാണ് ബേസിക്കലി. ആക്സിസിലൊരു പോയിന്റ് അല്ല, ആക്സിയൽ പോയിന്റ്, ഇതൊരു ആക്സിസിലൊരു പോയിൻ്റാണിത്. അപ്പോൾ ഈ പോയിന്റിൽ നമുക്കറിയാം നെഗറ്റീവ് ചാർജിൻ്റെ ഇലക്ട്രിക്കൽ ഫീൽഡ്സ് എങ്ങോട്ടാണ്, ഉള്ളിലേക്കാണ്. അപ്പോൾ കണ്ടോ, ഈ നെഗറ്റീവ് ഉള്ളിലേക്കാണ്, പോസിറ്റീവിൻ്റെ എപ്പോഴും പുറത്തേക്കാണെന്ന് നമുക്കറിയാം. അപ്പം ഇത് പുറത്തേക്ക്. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്, ഇത് മിക്കവാറും ഈ ടോട്ടൽ എന്ന് വെച്ചാൽ ഇതിൽ വലുത് എന്തായിരിക്കും, മിക്കവാറും ഇതായിരിക്കും, കാരണം അടുത്തിതല്ലേ, പോസിറ്റീവ് അല്ലേ അടുത്ത്. അപ്പോൾ ഈ പോസിറ്റീവ് മൈനസ് ഈ നെഗറ്റീവ്. ഇവിടെ ഈ മോഡുലസ് ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി നെഗറ്റീവ് ഇലക്ട്രിക്കൽ ഫീൽഡ് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ, -Q വരുമ്പം നെഗറ്റീവ് ഇലക്ട്രിക്കൽ ഫീൽഡ് വരും. അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ മോഡുലസ് ഇട്ടേക്കുന്നത്. ഓക്കെ, ഇനി E എന്ന് വെച്ചാൽ എന്താണ്, KQ/R, R². R²ൽ R ഇതിലെന്താണ്, A + X². ഓക്കെ, സോറി A മൈനസ് KQ/X - A²
സ്ക്വയർ മൈനസ് കെ മോഡലിസിലുണ്ട് മൈനസ് പോയി ക്യൂവിൻ്റെ, അപ്പം നോർമൽ ക്യൂ തന്നെ എക്സ് പ്ലസ് എ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇത് മൊത്തം റീഅറേഞ്ച് ചെയ്യാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതിങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇത് മൈനസ് എക്സ് പ്ലസ് എക്സ് എ, ഇവിടെ കെ ക്യൂ 4 എ ബി ആണോ, ബി അല്ല കേട്ടോ, ഇവിടെ എക്സ് ആ, സോറി ഞാൻ അറിയാതെ എക്സ്. ഓക്കെ, എക്സ്. ഇനി ഇത് എ മൈനസ് എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് പ്ലസ് എ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. പക്ഷെ ഇവിടെ സ്ക്വയർ ഉള്ളതുകൊണ്ട് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ